സഹോദര വൈദികരെ, സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ പുണ്യ കുടീരത്തിൽ വന്ന് നിങ്ങളോടൊത്ത് ബലി അർപ്പിക്കുവാൻ അവസരം കിട്ടിയതിൽ എനിക്കേറെ സന്തോഷവും മുത്തപ്പനോട് നന്ദിയും സ്നേഹവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ആണ്ടുവട്ടത്തിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ ആരാധന മണിക്കൂറുകളിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. ഒപ്പം ദീപികാരുണ്യ ഈശോയുടെ ആശീർവാദവും അനുഗ്രഹവും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രീബുദ്ധൻ്റെ അന്ത്യ നിമിഷങ്ങളായി ശിഷ്യന്മാർ നിറമിഴികളോടെ ശ്രീബുദ്ധൻ്റെ കിടക്കക്കരികിൽ കാത്തു നിൽക്കുകയാണ്. മിഴി അടയ്ക്കുവാൻ പോകുന്ന ഗുരുവിനോട് ശിഷ്യപ്രമുഖനായ ആനന്ദൻ പറഞ്ഞു, ഗുരു, അങ്ങയുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും തരണമെന്ന്. ക്ഷീണിച്ച കരങ്ങളിൽ ശാന്തമായി ഒരു മുല്ലമൊട്ടുമാല എടുത്ത് ആനന്ദൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, ദാ ഇത് വച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ആ മുല്ലമൊട്ടുമാലയുടെ സുഗന്ധം ആ പരിസരമാകെ പരന്നു. ശ്രീബുദ്ധൻ കണ്ണുകളടച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുല്ലമൊട്ടുമാല കരിഞ്ഞ് അതിൻ്റെ മണവും നഷ്ടപ്പെട്ടു. സാവധാനം ശ്രീബുദ്ധൻ അവരുടെ ഓർമ്മയിൽ നിന്നും തെല്ല് അകന്നു. പ്രിയമുള്ളവരെ, നാം വായിച്ചു കേട്ട തിരുവചനം ഏതാണ്ട് സമാനമായിട്ടുള്ള മറ്റൊരു അന്തരീക്ഷമാണ്. പതിവ് പെസഹായ്ക്ക് വന്നതാ ഈശോയും ശിഷ്യന്മാരും. എന്നാൽ പൊടുന്നനവേ ഇത് തൻ്റെ അന്ത്യ അത്താഴമാണെന്ന് തിരിച്ചറിയുന്ന ഈശോ ഇനിയും ഒരിക്കൽ കൂടി താൻ ഇവരോടൊത്ത് പന്തി ഭക്ഷണത്തിന് ഇരിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്ന ഈശോയുടെ മനമാകെ ഉണർന്നു. വിവിധ സമ്മിശ്ര വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈശോ ശിഷ്യർ നോക്കിയിരിക്കെ അപ്രതീക്ഷിതമായിട്ട് അപ്പം കയ്യിലെടുത്തിട്ട് മുകളിലേക്ക് നോക്കി തൻ്റെ പിതാവിന് കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട് ശിഷ്യരോടായി പറഞ്ഞു, മക്കളെ, ഇത് വെറും ഗോതമ്പ് അപ്പമല്ല, ഇതെൻ്റെ ഉടലാണ്. എൻ്റെ ഉടല് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന്. പിന്നീട് അവിടുന്ന് മുന്തിരിയുടെ പാനപാത്രമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നന്ദി പറഞ്ഞുകൊണ്ട് ശിഷ്യരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ഇതെൻ്റെ ഉടലിൻ്റെ ചോരയാണിത്. നിങ്ങൾ വീഞ്ഞിൻ്റെ സത്തല്ല കുടിക്കുന്നത്, നിങ്ങളുടെ ഗുരുവിൻ്റെ ചോര തന്നെയാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ അവിടുന്ന് പാനപാത്രം നീട്ടി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ, നിങ്ങൾ എൻ്റെ ഓർമ്മയാകുവിൻ എന്ന്
പ്രിയമുള്ളവരെ, ആ നിമിഷം മുതൽ ഈശോയുടെ ശരീരവും രക്തവും ശിഷ്യർ ഭക്ഷിച്ചു പാനം ചെയ്തു. നാം ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. എന്നാൽ ഈശോയുടെ ശരീരവും രക്തവും പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ശിഷ്യർ ഈശോയുടെ ശരീരമായി മാറുകയാണ്. അതാണ് സംഭവിച്ചത്. അവർ ഈശോയുടെ ശരീരമായി രൂപാന്തരീഭാവം സംഭവിച്ചു അവർക്ക്. അപ്പോൾ പിന്നെ ശിഷ്യരുടെ ശരീരം ഗുരുവിൻ്റെ ഓർമ്മയായി, ഇനി ചെയ്യാനുള്ളത് ഓർമ്മയ്ക്കായി ഇത് വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഗുരു മുറിച്ച് പങ്കിട്ട് കൊടുത്തു. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ടു ലീവ് ഈസ് ടു ലവ്. ടു ലവ് മീൻസ് ടു ബി ഓൺ ഔട്ട്. ജീവിക്കുക എന്നാൽ സ്നേഹിക്കുകയാണ്. സ്നേഹിക്കുക എന്നാൽ മുറിച്ച് പങ്കിടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന്. അതാണ് ഈശോ ചെയ്തത്. മുറിച്ച് പങ്കിട്ട് കൊടുത്ത് അവൻ ഇല്ലാതാകുകയല്ല, ശിഷ്യരിലേക്ക് അവൻ വീണ്ടും മാറുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മളും ഓർമ്മയായിരിക്കുമ്പോൾ, ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഇടവകയിലെ ശുശ്രൂഷകളായി, വൈദികരായി ഞങ്ങൾ ഈ അൾത്താരയിൽ നിന്നും ബലിയർപ്പിക്കുമ്പോൾ ആത്യന്തികമായി ഞങ്ങൾ മുറിച്ച് പങ്കിടപ്പെട്ട് നിങ്ങൾക്ക് തരണം. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ ജീവൻ്റെ ഉയിരിൻ്റെ അംശമായി നിങ്ങൾ മാറണം. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും തന്നെ മുറിച്ച് പങ്കിട്ട് കൊടുക്കണം. എന്നിട്ട് ഭാര്യയോട് ഭർത്താവിന് പറയുവാൻ കഴിയണം, പ്രിയപ്പെട്ടവളെ, നിൻ്റെ ഈ ശരീരം എൻ്റെ ശരീരമാണ്. ഭാര്യയ്ക്കും അങ്ങനെ പറയുവാൻ കഴിയണം, പ്രിയമുള്ളവനെ, നിൻ്റെ ശരീരം എൻ്റെ ശരീരമാണ്, നിൻ്റെ രക്തം എൻ്റെ രക്തമാണെന്ന്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെ മുറിച്ച് പങ്കിട്ട് കൊടുക്കുകയാണ്. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നത് മുറിച്ച് പങ്കിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ഓർമ്മയായിട്ട് മാറുന്നത്, പ്രിയമുള്ളവരെ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ധ്യാനം ഇതാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ വികാരിയച്ഛന്മാർ, കൊച്ചച്ഛന്മാർ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഇടവക ജനങ്ങൾക്ക് വേണ്ടി മുറിച്ച് പങ്കിടപ്പെട്ട് ഇല്ലാതാകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനെക്കുറിച്ചൊരു ചിന്ത, ധ്യാനം ഈ കുർബാനയിൽ വേണം. മറ്റൊരു കൊച്ചു ചിന്തയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈശോയുടെ ശരീരവും രക്തവുമായി നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ നമ്മൾ പിന്നെ ആരാണ്? ദൈവത്തിൻ്റെ കൂടാരമാണ് നമ്മൾ. ദൈവം വസിക്കുന്ന ആലയമാണ്, ദൈവത്തിൻ്റെ കൂടാരമാണ്. ഈ കൂടാരമാണ് നമ്മൾ, ദൈവാലയമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവുമെല്ലാം ഞാൻ കാണേണ്ടത് ദൈവത്തിൻ്റെ കൂടാരമായിട്ട്, ക്ഷേത്രമായിട്ട് കാണണം, അല്ലാതെ സത്രമായിട്ട് കാണരുത്. എൻ്റെ ശരീരം നിങ്ങളുടെ ശരീരം, നിങ്ങൾക്കും എൻ്റെ ശരീരം എനിക്കും എന്ത് തോന്നിയവാസവും കാണിക്കുവാനുള്ള വസ്തുവോ ചരക്കോ ആയിട്ട് മാറരുത്. ഈ ശരീരം പവിത്രമാണ്, പരിശുദ്ധമാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ക്ഷേത്രമാണ്, സത്രമല്ല എന്ന് തിരിച്ചറിയുക. എങ്കിൽ എൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളെ ഞാൻ കാണേണ്ടത്
ദൈവാലയമായിട്ട് കാണണം. ഞാൻ ആരാധിക്കേണ്ട, വണങ്ങേണ്ട വ്യക്തികളായിട്ട് ഞാൻ കാണണം. ശ്രീ ശങ്കരാചാര്യ കാലടികളുടെ നടന്നു പോകുമ്പോൾ എതിരെ ഒരു ദളിത് സഹോദരൻ വന്ന് നമ്പൂരിയായ ശങ്കരാചാര്യരെ കണ്ട് വഴിമാറിപ്പോകുമ്പോൾ ആ വഴിമാറിപ്പോയ ദളിതൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തിക്കിട്ട് പറഞ്ഞു, നിന്നിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു, നീ വഴിമാറിപ്പോകരുത്, ഞാൻ നിന്നെ വണങ്ങുകയാണ് ചെയ്യേണ്ടത് നീ എന്ന് പറഞ്ഞ് അയാളെ വണങ്ങുന്ന ശങ്കരാചാര്യരുടെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരെ ആദരിക്കുക, അവരെ വണങ്ങുക. പക്ഷേ നമുക്കറിയാം, നിലവിലുള്ള ഈ കാലഘട്ടം മറ്റു വ്യക്തികളെ എനിക്കുള്ള ഭോഗവസ്തുവായിട്ട് കാണുന്ന, തിരിച്ചറിയുന്ന ഈ വിഷലിപ്തമായി കൾച്ചറിൽ നിന്ന് നമുക്കൊരു മോചനം വേണം എന്നിങ്ങനെ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട് മറ്റൊരു കൊച്ചു ചിന്തയിലേക്ക് വരുമ്പോൾ, ഈശോ തന്നെ ദിവ്യകാരുണ്യത്തെ, സ്വർഗത്തെ ഉപമിച്ചിരിക്കുന്നത് വിരുന്നിനോടാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ ഒരു കല്യാണ വിരുന്നിൻ്റെ കഥ പറയുന്നുണ്ട്. ഒരുപിടി വ്യക്തികളെ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരാരും വരാതിരുന്നപ്പോൾ വിരുന്നിൻ്റെ ഉടമ രാജാവ് കൽപ്പിച്ചു, തെരുവീഥിയിലേക്ക് ചെന്ന് അവിടെ കാണുന്ന ഇവരെല്ലാം വിളിച്ചുകൂട്ടി വിരുന്ന് ശാലയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അവരെ സേവകരെ അയച്ചു. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാനായിട്ട് രാജാവ് വരുമ്പോൾ വിരുന്നുശാലയുടെ മൂലയിൽ ഒരിടത്തൊരു മനുഷ്യൻ മുഷിഞ്ഞ അളിഞ്ഞ വസ്ത്രവുമായിട്ട് ചപ്രച്ച തലമുടിയും താടിയുമായിട്ടിരിക്കുന്നു. ഹേ മനുഷ്യ, നിങ്ങളെന്താണ് കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ വന്നത്? അവിടെ വാതുക്കൽ പടിക്കൽ കല്യാണ വസ്ത്രം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങളത് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞ് അവനെ ശിക്ഷിച്ച് വിരുന്നുശാലയിൽ നിന്ന് പുറത്താക്കി എന്ന് ഈശോ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വിരുന്നുശാല, ഈ ദേവാലയം, സ്വർഗം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിരുന്നുശാലയാണ് ദിവ്യകാരുണ്യം. എങ്കിൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന അങ്കിയിൽ, നിങ്ങളുടെ വസ്ത്രത്തിൽ പാപത്തിൻ്റെ കറ പുരണ്ടിട്ടുണ്ടെങ്കിൽ, തൻ കാര്യത്തിൻ്റെ പൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കരി പുരണ്ട അളിഞ്ഞ വസ്ത്രവുമായി നിങ്ങൾക്കൊരിക്കലും ഇവിടേക്ക് വരാൻ സാധിക്കുകയില്ല. കല്യാണ വിരുന്നിന് കല്യാണ വസ്ത്രം തന്നെ ഉണ്ടാകണം. എങ്കിൽ നിങ്ങളുടെ മുഷിഞ്ഞ കരിപുരണ്ട ചെളി പുരണ്ട വസ്ത്രങ്ങൾ മാറ്റണം. അതിനാണ് അടുത്ത ആഴ്ച മുതൽ നമുക്ക് വാർഷിക ധ്യാനമുള്ളത്, പെസഹ കുമ്പസാരമുള്ളത്. അതിനുവേണ്ടി. അപ്പം അതിനു മുമ്പ് നിങ്ങളെ അളിഞ്ഞ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് മാറി നിങ്ങളുടെ അങ്കി പരിശുദ്ധമായിരിക്കണം, പവിത്രമായിരിക്കണം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ന് ആദിമസഭയിലെ അത്താഴത്തിന് വരുമായിരുന്നു കേൾവിക്കാർ, ഇസ്രായേൽക്കാരൊക്കെ. അത്താഴം കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ വചനപ്രഘോഷണത്തിനും അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കുമായി കുർബാനയ്ക്കായി പോയിരുന്നത്. പൗലോസ്ലീഹ അപ്പോൾ അന്ന് വരുമ്പോൾ അവരുടെ വീടുകളിൽ നിന്നും അത്താഴത്തിനുള്ള ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഈ അത്താഴം കൊണ്ടുവന്നിരുന്ന ഭക്ഷണത്തിൽ പാവപ്പെട്ടവൻ തീരെ കൊച്ചു ഭക്ഷണങ്ങൾ, കഞ്ഞിയോ പയറോ ഒക്കെ ആണെങ്കിൽ ധനവാന്മാർ വലിയ വിരുന്നിന് വേണ്ട വിഭവങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇത് കണ്ടുകൊണ്ട് ശ്ലീഹ പറയുകയാണ്,
പണക്കാരുടെ കൂടെ ചേർന്ന് വിഭവങ്ങൾ ഭക്ഷിക്കുമ്പോൾ പാവപ്പെട്ടവൻ അവൻ്റെ കൊച്ചു തറകളിലിരുന്ന് അവൻ ഈ കൊച്ചു ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പൗലോസ്ലീഹ പറയുക, പ്രിയമുള്ളവരെ, ദൈവ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഈ നിമിഷങ്ങളെ നിങ്ങൾ പാപത്തിൻ്റെ വിധിയുടെ ശാപത്തിൻ്റെ നിമിഷങ്ങൾ ആക്കരുതേ എന്ന്. കാരണം മനപ്പൊരുത്തവും സ്നേഹവും പരസ്പര ഐക്യവും ഒരുമയുമുള്ളവർക്ക് മാത്രമേ ഈ വിരുന്നിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആത്മശോധന ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകിക്കളഞ്ഞ് വീണ്ടും ആത്മശരീര ശുദ്ധിയോടുകൂടി ഒരുമയോടുകൂടി എത്താനുള്ള ആ നിമിഷങ്ങളാണ് ദിവ്യകാരുണ്യ ആരാധനയെന്ന് തിരിച്ചറിയുക. നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മരിയ കൊരേത്തി എന്ന കൊച്ചു പുണ്യവതിയും ഡൊമിനിക് സാവിയോ എന്ന കൊച്ചു പുണ്യവാനും കൊച്ചുലൈസ എന്ന കൊച്ചു പുണ്യവതിയും ഒക്കെ പറഞ്ഞു, എൻ്റെ ഈശോയെ, നിന്നെ സ്വീകരിച്ച് നിൻ്റെ ശരീരമായി മാറിയ ഞങ്ങൾ ഒരിക്കലും ഒരു പാപം ചെയ്യാൻ, ഗുരുതരമായ പാപം ചെയ്യുവാൻ ഇടയാകരുതേ. അങ്ങനെ ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് മരിക്കുകയാണെന്ന്. അങ്ങനെയാണ് മരിയ കൊരേത്തി നെറ്റൂണോയിൽ മൃഗീയമായി വധിക്കപ്പെട്ടത്. ഡൊമിനിക് സാവിയോ നേരത്തെ മരിച്ചുപോയത്. കൊച്ചുരസ്യ പുണ്യവതിയും 21 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. നമുക്കറിയാം, കൊച്ചുരസ്യ പുണ്യവതിയുടെ ആദ്യ കുർബാനയുടെ അന്നത്തെ അവരുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന നിമിഷം നീ നിൻ്റെ മടിയിൽ എന്നെ കിടത്തിയിട്ട് സ്നേഹചുംബനങ്ങൾ കൊണ്ട് നീ എന്നെ ചുംബിച്ച് നീ എന്നെ തൃപ്തയാക്കി എന്ന് പറയുന്നു. അപ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരായി നമ്മൾ ഒരിക്കലും ഒരു മാരകമായ പാപവും ചെയ്യുവാനിടയാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് അത്താഴത്തിനു മുമ്പ് ഈശോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. എന്തിനാണ്? പ്രതീകാത്മകമായി അവരെ വെടിപ്പാക്കുവാൻ, സ്ഫുടം ചെയ്തെടുക്കുവാൻ വേണ്ടി അഴുക്കുകൾ പാദങ്ങളിൽ പുരണ്ട അഴുക്ക് മാറ്റുവാൻ വേണ്ടിയാണ് ശിഷ്യന്മാരുടെ കാലുകൾ ഈശോ കഴുകിയത്. അതുപോലെ ഈ നമ്മുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പ് നമ്മളും ആത്മശരീര വിശുദ്ധി വരുത്തനും ഈശോ ക്ഷാളനം ചെയ്തതുപോലെ. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ ആരാധനാ ദിവസങ്ങളിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുന്നു. നമ്മെല്ലാവരെയും, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ജീവിതത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ പേറുന്നവരെ, നിങ്ങൾ ഈ അൾത്താര ചുവട്ടിലേക്ക് വരുവിൻ. ഇവിടമാണ് ഈശ്വര സന്നിധാനം. ഇവിടമാണ് ഉഴറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. നിങ്ങൾക്ക് മുൻപേ തലമുറകളും യുഗങ്ങളും ഇവിടേക്ക് വന്ന് തങ്ങളുടെ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഇവിടെ അഴിച്ചു വച്ച് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യസ്പർശം കൊണ്ട് ഭാരം താഴെ ഇറക്കിച്ച് ഭാരവിമുക്തനായി ആത്മാവിലും ശരീരത്തിലും വിശുദ്ധീകരിക്കപ്പെട്ട് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും ഈശോ ക്ഷണിക്കുന്നു. നിങ്ങളുടെ പാപത്തിൻ്റെ, തെറ്റുകളുടെ, കുറ്റബോധത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ ഇവിടെ ഇറക്കി വയ്ക്കുക. ഈ അൾത്താര ചുവട്ടിൽ ഈശോയുടെ ഈ അനുരഞ്ജനത്തിൻ്റെ അരയാൽ വൃക്ഷ ചുവട്ടിൽ ഇറക്കി വെച്ചിട്ട് നിങ്ങൾ കർത്താവിലേക്ക് മിഴി തുറക്കുക. കർത്താവ് നിങ്ങളെ ആശീർവദിക്കും. നിങ്ങളുടെ പാപക്കറകളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ ശുദ്ധരാക്കും, കഴുകി വെടുപ്പാക്കും. ആ പുണ്യദിനങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മയും മുത്തപ്പനും നമ്മെല്ലാവരെയും ഇതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുർബാനയുടെ അടുത്ത ഇതിലേക്ക് ഈ ചിന്തയോട് നമുക്ക് കുർബാന തുടരാം.